സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVയിലേക്ക് സ്വാഗതം. അപ്പോൾ മഹാഭൂരിപക്ഷത്തിൽ കേരളം ചരിത്രം കണ്ട ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള മഹാഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച UDF-നെ വിജയിപ്പിച്ച അധികാരത്തിൽ ഏറാൻ വേണ്ടി ഇത്രയേറെ ഭൂരിപക്ഷം കൊടുത്ത ഒരു ചരിത്രം കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല, കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഭൂരിപക്ഷം കൊടുത്ത് ആ ഭൂരിപക്ഷത്തിന്റെ നേതാവായിരുന്ന ക്യാപ്റ്റൻ ആരാണ്? ഒരു കളി സംഘടിപ്പിക്കുമ്പോൾ രണ്ട് പാർട്ടികൾ കാണും, രണ്ട് ടീമുകൾ. ആ ഒരു ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ആരായിരുന്നു? ഒരു ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് സതീശനായിരുന്നു, VD സതീശനായിരുന്നു. അപ്പോൾ ആ ടീം ജയിച്ചു കഴിഞ്ഞാൽ ട്രോഫി കൊടുക്കുന്നത് കളി നിയന്ത്രിച്ച റഫറിക്കാണോ അതോ ഈ ടീമിനെ കളി ജയിപ്പിച്ച ക്യാപ്റ്റനാണോ ട്രോഫി കൊടുക്കേണ്ടത്? അപ്പൊ നിർബന്ധമായിട്ടും ട്രോഫി കൊടുക്കേണ്ടത് കളിയുടെ ക്യാപ്റ്റനാണ്, ടീമിന്റെ ക്യാപ്റ്റനാണ് ട്രോഫി കൊടുക്കേണ്ടത്. ആരെല്ലാം എന്തെല്ലാം ചാടിയിട്ടും കാര്യമില്ല. നിങ്ങൾ വെറുതെ പ്രഹസനങ്ങൾ ഉണ്ടാക്കരുത്. അതായത് ഇത്രയും ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളെ നിങ്ങൾ നോക്കുകുത്തിയാക്കരുത്, അവരെ നിങ്ങൾ അവഹേളിക്കരുത്. കളിയുടെ ക്യാപ്റ്റൻ, ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് സതീശനാണ്, VD സതീശനാണ്. നിർബന്ധമായിട്ടും VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം. അതിൽ ജനങ്ങളെ നിങ്ങൾ വിഡ്ഢികളാക്കരുത്. ജനങ്ങളെ കൊണ്ട് ആവശ്യമില്ലാത്ത ചർച്ചകളും അതും ഇതും പ്രകടനങ്ങളും നാടൊരുപോലെ കലാപങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കരുതെന്നാണ് എനിക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആയിരുന്നാലും ശരി, ഇനി നിരീക്ഷകരായിരുന്നാലും ശരി, UDF-ലെ ബാക്കിയുള്ളവരായിരുന്നാലും ശരി, UDF-നെ ഒരു ടീം വർക്ക് എന്നുള്ള നിലയിൽ കൊണ്ടുപോയി വിജയിപ്പിച്ച് പണി അതായത് ഇലക്ഷൻ സമയത്ത് തന്നെ പറഞ്ഞതാണ്, 100-ൽ കൂടുതൽ സീറ്റ് കിട്ടി വന്നില്ലെങ്കിൽ, 1 ഡസൻ മന്ത്രിമാര് തോറ്റില്ലെങ്കിൽ ഞാൻ വനവാസത്തിൽ പോകുന്നു. അങ്ങനെ ധൈര്യമായിട്ട് പറയാൻ കഴിവുള്ള ഏത് കോൺഗ്രസിന്റെ നേതാവ് ഉണ്ടായിരുന്നു UDF-ൽ? ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്ന? രമേശ് ചെന്നിത്തല പറഞ്ഞ, വേണുഗോപാൽ പറഞ്ഞ, ആരും പറഞ്ഞ അതിനുള്ള കഴിവില്ല, അതിനുള്ള തന്റെ ഇടമില്ല. അതായത് കഴിവും തന്റെ ഇടവും എന്ന് പറയുന്നത് അതൊക്കെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നാണ്. എന്തായാലും ശരി, പിന്നെ ജനങ്ങളെ നിങ്ങൾ വിഡ്ഢിയാക്കരുത്. ജനങ്ങളുടെ ഇടയിൽ ഇല്ലാത്ത അവമതിപ്പ് കോൺഗ്രസിന് ഉണ്ടാക്കിയെടുക്കാൻ ഇനി AICC നിരീക്ഷകരായിരുന്നാലും ശരി, അല്ലാത്ത നിരീക്ഷകരായിരുന്നാലും ശരി, കേരളത്തിലെ എല്ലാ ഘടകകക്ഷികളും ബാക്കിയുള്ള അസൂയയും കുശുമ്പും മാറ്റി വയ്ക്കണം. അതായത് അസൂയ എന്ന് പറയുന്ന പാടില്ല. ഇത് ഒരു ടീം വർക്കായിരുന്നു. ആ ടീം വർക്ക്, ആ ടീമിനെ നിയന്ത്രിച്ചത്, ആ ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് VD സതീശനാണ്. അതുകൊണ്ട് ഇനിയിപ്പോ നിങ്ങൾ ബാക്കി പിന്നീട് ചർച്ചയെല്ലാം പിന്നീടാക്കണം. തൽക്കാലം VD സതീശനെ മുഖ്യമന്ത്രിയാക്കാം. പിന്നെ ബാക്കി അതിനുശേഷം പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ